ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പട്ടുപാവാടയിൽ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒരു ഡിസൈൻ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ കസവിൻ്റെ ഒരു എന്താ പറയുക ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുക്കാമായിരുന്നു എന്ന്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഒരു പാനൽ സ്കേർട്ടാണ് തയ്ച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒരു കരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതേപോലൊരു സ്കേർട്ടാണ്, അത്യാവശ്യം നല്ല വട്ടത്തിലുള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ തയ്ച്ചിട്ടുള്ളത്. ഒരു 3 മീറ്റർ ക്ലോത്താണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 3 ആണോ 4 ആണോ എന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. എന്തായാലും 3-4 മീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ഞാൻ വെക്കാനായിട്ട് പോകുന്നത് ഈ ഒരു കളറിലുള്ള ബ്രൊക്കേഡിൻ്റെ തുണിയാണ് കേട്ടോ. ഇതൊരു കുഴഞ്ഞ് കിടക്കുന്ന ഒരു ടൈപ്പിലുള്ള തുണിയാണ് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്കിനി എന്ത് ചെയ്യണം അറിയോ, ഞാനിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുട നമുക്ക് പാവാടയിൽ എങ്ങനെ വരുത്താമെന്നാണ്. അപ്പോൾ 3 തരത്തിലുള്ള ഒരു കുടയുടെ ഷേപ്പ് ഞാനിവിടെ വരച്ച് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലൊരു 3 തരത്തിൽ. അപ്പോൾ കാല് വേണമെങ്കിൽ നമുക്ക് കാല് വയ്ക്കാം. ചിലതിൽ ഞാൻ കാല് വയ്ക്കുന്നുണ്ട്, ചിലതിൽ കാല് വയ്ക്കുന്നില്ല. ഈ കുട നമ്മൾ ഈ ഒരു ക്ലോത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക് വർക്ക് അല്ലെങ്കിൽ പാച്ച് വർക്ക് അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ ഈ ഒരു എന്താ പറയുക നമ്മൾ ഈ തുണിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ പാവാടയിലോട്ടൊന്ന് വെച്ചിട്ട് വർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ സോൾഡറിങ് മെഷീനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ അത് ഒട്ടിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഫാബ്രിക് ഗ്ലൂവും എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ കുടയുടെ ഷേപ്പ് ഒന്ന് ആ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ക്ലോത്ത് ഒന്ന് നിവർത്തി വെക്കുക കേട്ടോ. അപ്പോൾ വേസ്റ്റ് ആക്കാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കയറ്റിയായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാനിതാ ഇതുപോലെ നമ്മുടെ എന്തെങ്കിലും ഒരു അടിയിലൊരു ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്താ പറയുക ഗ്ലാസ് ഷീറ്റൊക്കെ ഉണ്ടാവില്ലേ, അതായത് കട്ടിയിൽ പൊട്ടണ ഗ്ലാസ്, അങ്ങനത്തെ ഒരു ചതുര കഷ്ണോ അല്ലെങ്കിൽ ഇതുപോലെ റൈറ്റിംഗ് പാഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുക. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് റൈറ്റിംഗ് പാഡാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ അതുപോലെ തുണി വെച്ചിട്ട് നമ്മുടെ സോൾഡർ മെഷീൻ ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ആ ഒരു പേപ്പർ കട്ടിങ്ങിനെ ആ തുണിയുടെ മുകളിലോട്ടൊന്ന് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ തുണി അവിടെ ഇങ്ങനെ കട്ടായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സോൾഡർ മെഷീൻ നല്ല ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. നമ്മളിപ്പോൾ കത്രിക കൊണ്ടൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള നൂലുകളൊക്കെ ഇങ്ങനെ പോരില്ലേ. പക്ഷേ ഈ ഒരു സംഭവം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ഇത് നൂലുകളൊന്നും ഇങ്ങനെ പോരില്ല. അപ്പോൾ ഇതുപോലെ ആ കുടറ ഷേപ്പിൽ തന്നെ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ സോൾഡർ മെഷീൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചൂടുള്ള സംഭവമാണ്. അപ്പോൾ അത് കൈ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. കുട്ടികൾക്ക് നല്ല വലിയവർക്കും അതെ. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പെട്ടെന്ന് അറിയാതെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പൊള്ളിപ്പോവും, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലോ അങ്ങനെയൊക്കെ ഒന്ന് ഉരുകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സോൾഡർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഏറ്റവും വലിയ സൈസിലുള്ള എന്താ പറയുക കുടയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള കുടയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്യുന്നു. പക്ഷെ നമുക്ക് പല ടൈപ്പിൽ കുടകളുണ്ടല്ലോ. കുറച്ച് ചിലപ്പോൾ നീളത്തിലുള്ള കുടയുണ്ടാവും, അല്ലെങ്കിൽ ഒരു മടക്കിയ ടൈപ്പ് അങ്ങനെയൊക്കെ കുടകളുണ്ടാവും. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഏത് കുടയാണോ നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടയൊന്നല്ല ഏതൊരു ഡിസൈൻ വേണമെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഫ്ലവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രീ ആയിക്കോട്ടെ, അങ്ങനെ എന്തായാലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈൻസ് ഇതുപോലെ തുണിയിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ നമ്മുടെ അംബ്രല്ല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണമായി. ഇനി ബാക്കിയുള്ളത് കൂടിയും ഇതേപോലെ ചെറുതും വലുതുമായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ.
അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള കുറച്ച് ചെറുതാണ്, അതിലും ചെറുതുണ്ട്. അങ്ങനെ 3 സൈസിലുള്ള കുടകളാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ പാവാടയിൽ വെച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിക്കാം. ഈ ഫാബ്രിക് ഗ്ലൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ത് പശയാണെങ്കിലും ഒട്ടിക്കാം, തുണിയിൽ ഒട്ടുന്നതാണെങ്കിൽ വെച്ച് ഒട്ടിക്കാം കേട്ടോ. ഇപ്പോൾ B7000 അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഗ്ലൂ ഉപയോഗിച്ചുകൊണ്ട് ഞാനിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. നോർമലി നമ്മൾ ഇതിൻ്റെ ബാക്കിൽ പശ വെച്ച് തേക്കുന്നു, എന്നിട്ട് ആ ഒരു സ്കേർട്ടിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം വേണം നമുക്കത് വർക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, പാവാട നിവർത്തി വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഒട്ടിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് മറ്റേ നമ്മൾ നിവർത്തിയിടാണ്ടാണെങ്കിൽ അത് അടിഭാഗത്ത് ഒട്ടിപ്പോവും. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്ന ഡിസൈൻ ഈ ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു കുടയാണ് ഞാനിനി അതിനെ ഒന്ന് തുന്നി പിടിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ചെണ്ണം ഇതുപോലെ തുന്നി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്തതെന്ന്. ഇതിൻ്റെ ഔട്ട്ലൈൻ ഉണ്ടല്ലോ, ആ ഔട്ട്ലൈൻ മൊത്തം ഞാൻ ആരി വർക്ക് ഉപയോഗിച്ചുകൊണ്ട് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ഒരു ഒരു ലൈൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. ഇനി അതിനുശേഷം നമ്മൾ എങ്ങനെ ഇത് ഡിസൈൻ ചെയ്തെടുക്കാം, ഇതിനെ ഇനി ഒരു മുത്തുക്കുട പോലെ ആക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഈ ഒരു കർവ് വരുന്ന ഭാഗത്ത് ഹെൻഡിൽ ഇതുപോലെ നൂല് 2 ഇഴ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു 2 ഇഴയിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. കൂടുതൽ ഇഴ കൂടുമ്പോൾ നമുക്ക് ആ മുത്തുകൾ ഇങ്ങനെ ഒന്ന് ആടി കളിക്കണ പോലെ ഉണ്ടാവില്ല, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കുഴഞ്ഞ് കിടക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ഇഴ മാത്രം ഉപയോഗിക്കുക. എന്നിട്ട് ആദ്യം ഒരു ഷുഗർ ബീഡ്, പിന്നെ ഒരു സ്മാൾ സൈസിലുള്ള ഗോൾഡൻ ബീഡ്, വീണ്ടും ഒരു ഷുഗർ ബീഡ്, പിന്നെ ഗോൾഡൻ ബീഡ്, പിന്നെ ഒരു നമ്മുടെ കട്ട് ബീഡ്, പിന്നെ ഒരു ഷുഗർ ബീഡ്. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ വെച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ കോർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ അതായത് ലാസ്റ്റിലുള്ള ഏതാണോ മുത്ത്, ആ മുത്തിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ മുത്തിൻ്റെ ഉള്ളിൽ കൂടെയും ഈ സൂചി ഒന്ന് ഇതുപോലെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് സൂചി കോർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എവിടെയാണോ നമ്മൾ കുത്തിയെടുത്തത് അവിടെ തന്നെ ഇതിനെ ഒന്ന് കുത്തിയിറക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ഇതേപോലെ ഇപ്പോൾ അവിടെ ചെറിയ കർവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 അല്ലെങ്കിൽ ഒരു കർവിൽ നമുക്ക് കറക്റ്റായിട്ടൊരു 3 എണ്ണമൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ വീണ്ടും കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ പാറ്റേൺ തന്നെ, അതായത് ഷുഗർ ബീഡ്, ഗോൾഡൻ ബീഡ്, ഷുഗർ ബീഡ്, ഗോൾഡൻ ബീഡ്, കട്ട് ബീഡ്, ഷുഗർ ബീഡ്, ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ മുത്തല്ല വേറെ ഏതെങ്കിലും മുത്താണ് ഉള്ളതെങ്കിൽ അതും ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു ഗോൾഡൻ ബീഡും അതേപോലെ ഷുഗർ ബീഡുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കട്ട് ബീഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി ആ ഒരു കർവുകളൊക്കെ ഇതുപോലെ ഒരു ഗ്യാപ്പ് നമ്മൾ ഏകദേശം ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി തൊട്ട് ഇപ്പുറത്തായിട്ട് വീണ്ടും ഒരെണ്ണം കൂടി ചെയ്യാം. അങ്ങനെ ഈ ഒരു കർവുകൾ മൊത്തം നമുക്ക് ഇതുപോലെ മുത്തുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ ഫസ്റ്റത്തെ കർവിൽ മൊത്തം 4 എണ്ണം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കർവ് എത്തുമ്പോൾ ഇതേപോലെ തന്നെ 4 എണ്ണമാവും. പക്ഷെ നമ്മൾ 3 മുത്ത് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഓൾറെഡി 2 അറ്റത്തുമായിട്ട് 2 മുത്ത് തൂങ്ങി കിടക്കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ള ഇതുകൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു കർവിൽ മൊത്തം ഇങ്ങനെ മുത്തുകൾ തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ആ ഒരു കുട കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ചുകൂടി ഭംഗിയാക്കാനായിട്ട് സീക്വൻസ്, അതായത് ഒരു മെഹന്തി ഷെയ്ഡിൽ വരുന്ന ഒരു സീക്വൻസ്, സ്മാൾ സൈസിലുള്ള സീക്വൻസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കർവിൻ്റെ അവിടെ മൊത്തം ഇതുപോലെ ഇങ്ങനെ റാന്ന് പോലെ നമ്മൾ ഫസ്റ്റ് ഒരു ചെറിയ കുടയിൽ ഞാൻ ആകെ ഒരു ലെയറേ ചെയ്യുന്നുള്ളൂ. പക്ഷെ വലിയ കുടയിൽ ഞാൻ 2 ലെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നോർമൽ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, സാധാരണ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ സീക്വൻസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതാ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് സീക്വൻസ് ഫസ്റ്റ് ഒരെണ്ണം വെച്ചു. ഇനി ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട്, ചെറിയ ഗ്യാപ്പ്, കാരണം ഒരു സീക്വൻസിൻ്റെ മുകളിൽ മറ്റേ സീക്വൻസ് വരുന്ന രീതിയിൽ വേണം നമ്മൾക്ക് ഈ ഒരു ഡിസൈന് കിട്ടാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ഈ ഒരു സീക്വൻസ് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച് കൊടുത്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒന്ന് സീക്വൻസിൻ്റെ അറ്റത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ കിട്ടും. ഇതുപോലെ നമ്മൾ ആ ഒരു കറുവുള്ള ഭാഗത്തു കൂടെ ഒക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. അപ്പോൾ എളുപ്പമാണ് ഈ ഒരു ഇത് ചെയ്യാനായിട്ട്. സീക്വൻസ് ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, എന്നാലും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഇതിൽ കാണുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ, ഈ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ കുടയോ അല്ലെങ്കിൽ ഫ്ലവറോ മറ്റെന്ത് ചിത്രം ആയിക്കോട്ടെ അതൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ, എപ്പോഴും നമ്മൾ ഈ പട്ടുപാവാട ഞെറിയൊക്കെ വെച്ച് ചെയ്യും, എന്നിട്ട് ബ്ലൗസിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യും, അങ്ങനെയല്ലേ. പക്ഷേ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇടേണ്ട വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്താ പറയുക, വീഡിയോ ഇടാനായിട്ട് എനിക്ക് പറ്റിയില്ല. അതായത് കുറേ ഓണത്തിന് സ്റ്റിച്ച് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇടാനായിട്ട് പറ്റാഞ്ഞത്. അപ്പോൾ അതിനൊന്ന് ക്ഷമിക്കുക കേട്ടോ. പക്ഷേ എന്നാലും ഇനിയും വരുന്നുണ്ടല്ലോ ഓണം. അല്ലാണ്ട് ഇനി എന്തെല്ലാം ഫങ്ഷൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക വിഷു വരുമ്പോഴോ അങ്ങനെയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ലേ. അപ്പം നമ്മുടെ സീക്വൻസ് കൊണ്ടുള്ള ആ ഒരു ഡിസൈൻ ഞാനിവിടെ ഫുള്ള് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന ആ ഒരു ഗ്യാപ്പിലൊക്കെ ഷുഗർ ബീഡും സീക്വൻസും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് കുട ഒരു സൈഡിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ വ്യത്യസ്ത രീതിയിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു തിളക്കം കിട്ടും, നമുക്ക് കാണാനായിട്ട് ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് സ്കേറ്റേർഡായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മൊത്തം ചെയ്തതിന് ശേഷം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിത് ഫുള്ള് ചെയ്യുന്നതിന് മുൻപ് ഒരു ഗ്യാപ്പിൽ മാത്രമാണ് കേട്ടോ സീക്വൻസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എൻഡ് എത്തിയപ്പോൾ മുകളിൽ എനിക്ക് എന്തായാലും ഒരു ഡിസൈനും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അത് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു നീറ്റ്നെസ്, അടിഭാഗത്ത് നമുക്ക് ആ ഒരു നീറ്റ്നെസ് കിട്ടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യാണ്, ഞാൻ ഇപ്പോൾ തന്നെ അത് മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു കോല് പോലെ ഉണ്ടാവില്ലേ, ആ ഒരു സംഭവം വെച്ചെടുക്കാനായിട്ട് ഞാൻ ഡ്രോപ്പ് ബീഡ് പോലത്തെ ഒരു ഗോപി സ്റ്റോൺ ഉണ്ടല്ലോ, സ്റ്റോണല്ല എന്താ പറയുക, മുത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മുത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ തൊട്ട് മുകളിൽ നിന്നായിട്ട് വീണ്ടും ഒന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഷുഗർ ബീഡോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഷുഗർ ബീഡും അതുപോലെ തന്നെ കട്ട് ബീഡും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു ഭംഗി കിട്ടാനായിട്ട്. എന്നിട്ട് നേരെ ഒന്നില്ലെങ്കിൽ ആ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നേരെ താഴോട്ടേക്ക് കുത്തിയിറക്കി കൊടുക്കുക, അല്ലെങ്കിൽ ആ കാണുന്ന ഗ്യാപ്പിൽ തന്നെ ഒന്ന് കുത്തിയിറക്കി കൊടുക്കുക, അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ ആ മുത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇതിനൊന്ന് താഴോട്ടേക്ക് കുത്തിയിറക്കി കൊടുക്കുന്നത്. അപ്പം നമുക്ക് കറക്റ്റ് ആ ഒരു ലൈന് പോലെ തന്നെ കിട്ടുമല്ലോ, കാണാനായിട്ട് നല്ല ഭംഗിയിൽ വരികയും ചെയ്യും. ഈ ഒരു ഇതിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ബാക്കി വരുന്ന ആ ഭാഗത്തു കൂടി ആ സീക്വൻസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം സീക്വൻസിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ ഷുഗർ ബീഡ്സ് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കുട നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. സോറി, ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഗോൾഡൻ ഷുഗർ ബീഡ് എന്നാണ് കേട്ടോ പറഞ്ഞത്. ഷുഗർ ബീഡല്ല, സ്മോൾ സൈസിലുള്ള ഗോൾഡൻ ബീഡാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഷുഗർ ബീഡ്സിനെക്കാട്ടി ഒന്നുകൂടിയും കുറച്ചുകൂടി ഒരു വലുപ്പമുള്ളത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാവാടയുടെ ഫുള്ള് ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ചില കുടകളിൽ, വലിയ കുടകളിൽ മാത്രമാണ് ഞാൻ ആ കാല് വെച്ച് കൊടുത്തിട്ടുള്ളത്, മറ്റേതിലൊന്നും കാല് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഓർഡറിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതേപോലെ ഡിസൈൻസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.